ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു മധുരം തന്നെയായിട്ടാണ്. അതായത് ജാംഗ്രി എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയില്ല. അതായത് നമ്മുടെ സ്വന്തം ജിലേബി. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇതിന് ജിലേബി തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതെ, മാറ്റമൊന്നുമില്ല. പക്ഷേ കുക്കിങ്ങൊക്കെ അത്യാവശ്യം പഠിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പേര് ഇങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞ പുളിയുള്ള മൈദ കൊണ്ട് ഉണ്ടാക്കുന്നതിനെയാണ് ജിലേബി എന്ന് പറയാനൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ നമ്മുടെ നാട്ടിൽ പോയിട്ട് ജാംഗ്രി ഉണ്ടോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തോന്ന് ചോദിക്കും. കുറെ പേർക്ക് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ സ്വന്തം ജിലേബി തന്നെ ആയിട്ടാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് ഉഴുന്ന് പരിപ്പ് കൊണ്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് വീഡിയോയിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ ചെറിയ അളവിൽ ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം എന്തെങ്കിലും സംശയം വീണ്ടും വരുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ബാദ്ഷാ, നമ്മുടെ ദീപാവലി സ്വീറ്റ് ആണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. ഒരുപാട് പേര് കണ്ടിട്ടില്ല. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് എല്ലാം ഇടുന്നത്. ഇവിടെ മധുരം തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും. എങ്കിൽ പോലും നിങ്ങളുടെ റിക്വസ്റ്റ് വരുമ്പോൾ ഞാനിങ്ങനെ ഒരുപാട് തവണ പരീക്ഷിച്ച് നോക്കി അതിൽ സക്സസ് ആയിട്ടാണ് വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ദയവേത് റിക്വസ്റ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും വീഡിയോ ഇടുമ്പോൾ ദയവേത് ഒന്ന് കാണാം. പിന്നെ ഞായർ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല എന്ന് ഒരുപാട് പരാതികളുണ്ട്. അപ്പോൾ അത് ഞാനല്ല ഹാൻഡിൽ ചെയ്യുന്നത്. നോട്ടിഫിക്കേഷൻസ് ഒക്കെ യൂട്യൂബിൽ നിന്നല്ല വരുന്നത്. അതുകൊണ്ട് ഈ 3 ദിവസങ്ങളിൽ പിന്നെ ചേച്ചി ഈ വീഡിയോ ഇടും. അപ്പോൾ സമയമുള്ള സമയത്ത് ഒന്ന് വന്ന് കാണൂ, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ജാംഗ്രി ഉണ്ടാക്കാൻ തുടങ്ങാം. അതായത് നമ്മുടെ സ്വന്തം ജിലേബി, കേരള ജിലേബി. ഞാനൊക്കെ ചെറുപ്പത്തിലെ ജിലേബി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടായിരുന്നത്, ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഈയിടെ കുറച്ച് കാലത്തിന് ശേഷമാണ് അതിന്റെ ഡിഫറൻസ് മനസ്സിലായത്. മഞ്ഞ കളറിലുള്ള ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്ന മൈദ വെച്ചിട്ടുള്ള അതിനാണ് ജിലേബി എന്ന് പറയുക. ഇതിനെ ജാംഗ്രി എന്നാ പറയാന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇനി അപ്പോൾ എന്തായാലും ഞാൻ ഇതിനെ ജിലേബി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി വെക്കണം. ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാര ഒരു സോസ് പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനിവിടെ 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം തീ ഓൺ ചെയ്യുക. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീ വെച്ചിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഇടരുത്, ഒരു നുള്ളു മാത്രം. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 3 ഏലക്കായാണ്. അത് നന്നായി വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് വിടിയിച്ച് കൊടുത്തിട്ടുണ്ട്. ഏലക്കയുടെ പൊടിയായാലും കുഴപ്പമില്ല. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റി കളയാൻ പറ്റും. അല്ലെങ്കിൽ ഏലക്കയുടെ പൊടി ഇടുകയാണെങ്കിൽ മേലെ വന്ന് കിടക്കുക, അത് കാണാനും ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഏലക്ക മൊത്തത്തിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. അവസാനം ഞാൻ ഇതിലേക്ക് റോസ് എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ റോസ് എസൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ കുപ്പിയിൽ കിട്ടുന്നതാണ്. അതേസമയം എസൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ റോസ് വാട്ടർ ഇല്ലേ, നമ്മുടെ പനിനീര് എന്ന് പറയില്ലേ, റോസ് വാട്ടർ ആണെങ്കിലും കുഴപ്പമില്ല, ഒഴിച്ചു കൊടുക്കാം. എൻ്റെ അടുത്ത് എസൻസ് ഉള്ളവരെ ഞാൻ എസൻസ് ആണ് ഒഴിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പനിനീരാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഉരുകട്ടെ. എന്നിട്ട് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവാൻ നിൽക്കണ്ട. അതായത് ഒറ്റ നൂൽ പരുവം ആവണ്ട. അതിനേക്കാളും മുൻപുള്ള സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യണം. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ കയ്യിലൊന്ന് ഒട്ടി പിടിക്കണം. അത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഒട്ടുന്നില്ല ഷുഗർ സിറപ്പ്. ഞാൻ പറഞ്ഞിട്ടില്ല 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ആവണ്ട. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ജിലേബി ഇതിലോട്ട് ഇടുന്ന സമയത്ത് ഉള്ളിലോട്ട് ഒട്ടും തന്നെ സിറപ്പ് കയറില്ല. അതുകൊണ്ടാണ് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവാൻ നിൽക്കണ്ട എന്ന് പറയാൻ കാരണം. ഇപ്പൊ ഒന്ന് ഒട്ടുന്ന ഒരു പരുവം ഇച്ചിരി തിക്കാവും, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം ബാദുഷ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, തേനിന്റെ പരുവം എന്ന് പറഞ്ഞില്ല. ആ തേനിന്റെ പരുവാവുന്ന വരെ നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിക്കാം. ഞാനിനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അല്പം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസൻസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഫോസ്റ്റർ ക്ലാക്സിന്റെ റോസ് എസൻസ് ആണ്. ഒരു 1/2 ടീസ്പൂൺ, അല്ലെങ്കിൽ സാധാരണ പനിനീരാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വരെ ആവാം. അത് കാരണം അതിന് അത്ര ഫ്ലേവർ ഉണ്ടാവില്ല. ഇത് നല്ല ഫ്ലേവർ ഉള്ളതാണ്. അപ്പോൾ കുറച്ച് മതിയാകും. അതെന്തിനാണെന്നറിയോ ഒഴിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ജിലേബി ഉണ്ടാക്കി കഴിഞ്ഞാൽ ജിലേബിക്ക് ഉഴുന്നിന്റെ ഒരു ടേസ്റ്റാണ് കൂടുതൽ മുന്നോട്ട് നിൽക്കുക. ഞാൻ ആദ്യം ചെയ്തപ്പോൾ എസൻസ് ഒന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കഴിച്ചപ്പോൾ ഉഴുന്നിന്റെ വാസനയാണ് മുന്നോട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ചെയ്തപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ, മാത്രമല്ല ജിലേബി ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കാൻ പാടില്ല, കുറച്ച് കഴിഞ്ഞ് ക്രിസ്പി ആയതിനു ശേഷം കഴിക്കുമ്പോൾ ടേസ്റ്റ് വരിക. അപ്പം നല്ല ഫ്ലേവർ, ഈ ഏലക്കായയുടെയും ഈ റോസ് എസൻസിന്റെ ഒക്കെ നല്ല ഫ്ലേവർ വരുമ്പോൾ ജിലേബിക്ക് ഒട്ടും തന്നെ ഉഴുന്നിന്റെ വാസന വരില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി.
നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ചൂടോട് കൂടിയിട്ടല്ലല്ലോ കഴിക്കുക. ചൂടൊക്കെ ആറി 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതേസമയം നമ്മുടെ നോർമൽ ആയിട്ടുള്ള ജിലേബിയില്ലേ, മഞ്ഞ കളറിൽ ജിലേബി അപ്പം തന്നെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നന്നായിരിക്കും. ഇത് കുറച്ച് സമയം കഴിഞ്ഞ് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി കേട്ടോ. നല്ല വാസന വരാൻ തുടങ്ങിയിട്ടുണ്ട്. റോസ് എസൻസിൻ്റെയും ഏലക്കായയുടെയും. ഏലക്കായ വേണ്ടാന്നുണ്ടെങ്കിൽ ഏലക്കായ ഒഴിവാക്കി ഈ റോസ് എസൻസ് മാത്രം ഒഴിക്കുക. റോസ് എസൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഏലക്കായുടെ നമ്പർ കൂട്ടി കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. വാനില എസൻസ് ഒഴിക്കരുത് കേട്ടോ, ദയവ് ചെയ്തിട്ട്. കുറേ പേര് വാനില എസൻസ് ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വാനില എസൻസ് ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ ജിലേബിയുടെ ടേസ്റ്റും മാറും, ആ ഒരു മൊത്തത്തിൽ ജിലേബി അല്ലാതായി മാറിപ്പോകും. അതുകൊണ്ട് വാനില എസൻസ് ഒഴിക്കാനേ പാടില്ല. ഞാൻ ഇതിലേക്ക് ഇനി കളർ ചേർക്കാൻ പോവുകയാണ്. ഓറഞ്ച് റെഡ് കളർ. അത് ജെല്ലായിട്ടും ചേർക്കാം, ലിക്വിഡ് ആയിട്ടുള്ള കളറും ചേർക്കാം, പൊടി ആയിട്ടുള്ള കളർ ചേർക്കാം, ഏത് കളറാണെങ്കിലും ചേർക്കാം. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ കളർ ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ ചേർക്കാതെ ഇരിക്കാം. വീട്ടിലൊക്കെ ചിലവർ ഇപ്പോൾ പറയും ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർക്കാതെ ഉണ്ടാക്കാം. മഞ്ഞപ്പൊടി ചേർക്കാം. പക്ഷെ മഞ്ഞപ്പൊടി ചേർത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ ചിലപ്പോൾ ഒരു മഞ്ഞപ്പൊടിയുടെ ഒരു കുത്തുമണം വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ എന്തായാലും ഇതിൽ കളറിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് അത്യാവശ്യം തിക്കായിട്ടുണ്ട്. അതേസമയം വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടുമില്ല. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ ഒട്ടി പിടിക്കുന്നില്ലേ, ആ ഒരു പരുവം. അപ്പം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ലെമൺ ജ്യൂസാണ്. അല്പം മാത്രം മതി, 1/4 ടീസ്പൂണോളം വരുന്ന ലെമൺ ജ്യൂസ്. അത് ഷുഗർ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ചേർക്കരുത്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അടപ്പ് മാറ്റി വെക്കാം. പിന്നെ അവസാനമായിട്ട് ഒരു സാധനം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യ്. നെയ്യ് നിർബന്ധമൊന്നുമില്ല, പക്ഷേ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ നെയ്യിൻ്റെ ഒരു വാസന ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് 1 ടീസ്പൂൺ മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട. പക്ഷെ നെയ്യ് താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഒരു പ്രത്യേക ഫ്ലേവർ വരും നെയ്യ് ചേർക്കുകയാണെങ്കിൽ. ഞാൻ നെയ്യ് ചേർത്തിട്ടും ചേർക്കാതെയും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ ഷുഗർ സിറപ്പ് ഞാനിവിടെ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്നത് ഉഴുന്നുപരിപ്പാണ്. ഇത് 1/4 കപ്പ് ഉഴുന്നുപരിപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായി വാഷ് ചെയ്തു. വെള്ളം മുഴുവനും കളയാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് വെള്ളം കളയണം, എന്നാൽ മാത്രമേ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ തന്നെ മിക്സിയിലോട്ട് ഒഴുക്കി ഇടുകയാണെങ്കിൽ എനിക്ക് ഞാൻ പറയുന്ന അളവ് കറക്റ്റ് ആവണമെന്നില്ല. മാത്രമല്ല ഓരോ ഉഴുന്നുപരിപ്പ് അനുസരിച്ചൊക്കെ മാറ്റം വരും വെള്ളത്തിൻ്റെ അളവിന്. അപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന കൺസിസ്റ്റൻസി മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതായത് എങ്ങനെ ഇരിക്കണമെന്നുള്ള ആ ഒരു രൂപം മാത്രം നോക്കിയാൽ മതി. വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട്. എങ്കിൽ പോലും ഞാൻ ഉപയോഗിക്കുന്ന വെള്ളം എത്രയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ 1/4 കപ്പ് ഈ ഉഴുന്നുപരിപ്പ്, ഒട്ടും തന്നെ വെള്ളമില്ലാത്ത വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പ് എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ടുള്ള ഉഴുന്നുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതേസമയം സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നുപരിപ്പാണെങ്കിലും സെയിം അളവ് തന്നെ എടുത്താൽ മതിയാവും. 1/4 കപ്പ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉഴുന്നുപരിപ്പ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ജിലേബി റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു മീഡിയം സൈസ് ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ വെച്ചിട്ടും ചെയ്യാം. ഗ്രൈൻഡറിലിട്ട് ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കും അരച്ചെടുക്കാൻ. പക്ഷേ മിക്സിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. മിക്സിയിലത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് മിക്സി ചൂടാവാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് സമയം ഒരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്താൽ മതിയാകും. അപ്പോൾ 1/4 കപ്പ് ഉഴുന്നുപരിപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ 1/4 കപ്പ് വെള്ളത്തിലിടുന്നേക്കാൾ മുൻപായിരുന്നു ഇതിൻ്റെ അളവ് 1/4 കപ്പ്. ഇപ്പോൾ വീർത്ത് വന്നപ്പോൾ നല്ലോണം അളവ് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ അരി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി അരിയാണ്. അതേസമയം പച്ചരി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ 2 അരി ഇല്ലെങ്കിലും അതിന് പകരമായിട്ട് അരിപ്പൊടി ഉപയോഗിച്ചാലും മതിയാവും. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോൾ അരിയായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ നന്നായിട്ട് ഇതിൽ വെള്ളം കളഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി ആണെങ്കിലും അരിയാണെങ്കിലും 2 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ജിലേബിക്ക് ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ടാണ് അരി ചേർക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ അരിപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ അരിപ്പൊടി ഇല്ലാതെ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മാറി, ഒരു ക്രിസ്പിനെസ് വന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഉണ്ടാക്കി നോക്കിയപ്പോൾ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ കോൺഫ്ലോർ മാത്രം ഇട്ട് നോക്കി. ഞാൻ പല പ്രാവശ്യം പലതരത്തിലും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലും ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഈ രീതിയാണ് കുറച്ചും കൂടെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റിനോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അരിപ്പൊടി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അരി ഇല്ലെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നാലും ആ പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത് ചേർക്കണമെന്ന് മാത്രം കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ.
കോൺഫ്ലോർ ഇത് അരച്ചതിന് ശേഷം ചേർത്താലും മതി. ഇപ്പോഴേ ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് യോജിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴേ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നത്. അതേസമയം ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കോൺഫ്ലോർ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ക്രിസ്പിനെസ്സും ക്രഞ്ചിനെസ്സും ഒക്കെ വരും. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല തിക്കായിട്ട് അരച്ചെടുക്കണം. അതായത് നമ്മുടെ ഉഴുന്നുവട ഉണ്ടാക്കുന്ന അതേ പരുവത്തിൽ അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ അവസാനം ഇതിൽ എത്ര വെള്ളം ഉപയോഗിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിവിടെ നമ്മുടെ ഉഴുന്നുപരിപ്പും അരിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടിയിട്ട് 9 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട്, ഒട്ടും തന്നെ ലൂസായിട്ടില്ല. ഇങ്ങനെ ഇരിക്കണം. ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പറ്റില്ല, ജിലേബി ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടി വന്നത് 9 ടേബിൾ സ്പൂൺ ആണ്. 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 15 ml കുറച്ച് ഒഴിച്ച് കൊടുത്ത് നോക്കിയിട്ട് അരച്ചെടുക്കണം. ആദ്യം തന്നെ അരച്ചെടുക്കുന്ന സമയത്ത് ജസ്റ്റ് വിപ്പ് ചെയ്ത് അരയ്ക്കുക. അതിനുശേഷം അത് മിക്സി തുറക്കുക, ജാറ് തുറക്കുക, എന്നിട്ട് ഉള്ളിലോട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക, കുറച്ച് വെള്ളം ചേർക്കുക. അങ്ങനെ പതുക്കെ അരച്ചെടുക്കണം. മിക്സി ചൂടാവാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എനിക്കൊരു 10 മിനിറ്റ് എടുത്തിട്ടാണ് ഞാനത് അരച്ചെടുത്തിരിക്കുന്നത്. പതുക്കെ ആണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഐസ് വാട്ടർ ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഐസ് വാട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാരണ പച്ചവെള്ളം ആയാലും മതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു പാത്രത്തിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഒരു ബേസിനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരുപാട് കൂടാൻ പാടില്ല. അതിനുശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് എയറായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യണം. നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കിയപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ. പിന്നെ മാത്രമല്ല ഇത് നന്നായി അരഞ്ഞിരിക്കണം കേട്ടോ. നല്ല അരഞ്ഞു എന്ന് ഉറപ്പ് വരുത്തണേ. ഒരു 5 മിനിറ്റോളം ഇത് നന്നായിട്ട് ഈ 5 വിരലും വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർക്കാം, കളർ ചേർക്കാതെയും ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു ഇച്ചിരി കളർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. മിക്സ് ചെയ്യുക, ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 5 മിനിറ്റോളം ഇതിങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ കേട്ടോ. നമ്മുടെ ബാറ്റർ ഒരു 5 മിനിറ്റോളം നന്നായിട്ട് കൈവച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത്രയും സമയം എടുത്ത് അരയ്ക്കുമ്പോൾ പിന്നെ വീണ്ടും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതേപോലെ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉഴുന്നുപരിപ്പ് മിനിമം 4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തിരിക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ രാത്രി ഇട്ടുന്ന് മാത്രം. അതേസമയം 4 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് കുതിർത്ത് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കറക്റ്റായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു അല്പം മാവ് ഇതിൽ നിന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലോട്ട് നമ്മൾ ഈ നന്നായി കൈ കൊണ്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുത്ത് നോക്കാം. കണ്ടില്ലേ, മേലെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കും, താഴോട്ട് പോകില്ല. ഇതിങ്ങനെ ഒട്ടും തന്നെ താഴോട്ട് മുങ്ങിപ്പോയിട്ടില്ല, ഇങ്ങനെ മേലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കണം. അതാണ് നമുക്ക് വേണ്ട ഒരു പരുവെന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കയ്പ്പുരസം ഫീൽ ചെയ്യും. നിങ്ങൾ പേടിക്കേണ്ട, കാരണം ഉഴുന്നുപരിപ്പ് അരച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കയ്പ്പുരസം ഉണ്ടെന്ന് ചെയ്യൂ, ഞങ്ങളുടെ മാവ് കേടായി പോകുന്നൊന്നും പേടിക്കുകയേ വേണ്ട. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. സാധാരണ രീതിയിൽ ഇപ്പോൾ കടയിലൊക്കെ, അതായത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരെല്ലാവരും, കൂടുതൽ ജിലേബി ഉണ്ടാക്കുന്നവരെല്ലാവരും തുണിയിലാണ് ഉണ്ടാക്കുക. പക്ഷേ നമ്മളൊക്കെ ഇപ്പോൾ വല്ലപ്പോഴും മാത്രമല്ലേ ജിലേബി ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ പൈപ്പിംഗ് ബാഗാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പിംഗ് ബാഗ്. ഇത് ഡിസ്പോസിബിൾ ആണ്, ഇത് വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധാരണ സിപ്ലോ കവറില്ലേ, സിബ്ലോ കവറിൽ ഇട്ടതിന് ശേഷം ഈ സൈഡിൽ ഒരു ചെറിയൊരു കട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഉണ്ടാക്കാം. ഇത് രണ്ടും നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓയിലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറില്ലേ, ഓയിൽ, അതുപോലെ തന്നെ ദോശമാവൊക്കെ കവറിൽ കിട്ടില്ലേ, അങ്ങനത്തെ പ്ലാസ്റ്റിക് കവറാണെങ്കിലും അതിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ കെച്ചപ്പിൻ്റെ ബോട്ടിൽ അതിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള എന്താണോ അതനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പൈപ്പിംഗ് ബാഗാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലോട്ട് ഈ പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഇതിൽ നിന്ന് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് നിറയ്ക്കണ്ട. ഒരുപാട് നിറച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്ക്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പിഴിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു പകുതി ഭാഗം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വെക്കാം. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലുള്ള പാനില്ലേ, അധികം കുഴിയില്ലാത്ത പാൻ, അതിലുണ്ടാക്കിയാൽ മതി എണ്ണ. അപ്പോൾ അധികം എണ്ണ വേണ്ടി വരില്ല. ഒരുപാട് എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ ആദ്യം തന്നെ ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് എണ്ണയിൽ ഒഴിച്ചപ്പോൾ എനിക്ക് ഒട്ടും തന്നെ അത് കറക്റ്റായിട്ട് ഷേപ്പിൽ ആക്കി എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതേപോലത്തെ ഒരു ഇച്ചിരി അധികം കുഴിയില്ലാത്ത പാത്രം എടുക്കുക. അതിലോട്ട് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മാത്രം മതിയാകും. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ സാധാരണ രീതിയിൽ ഉണ്ടാക്കാറില്ല. അപ്പം ഇത്രേ മാത്രമേ എണ്ണ ഒഴിക്കുന്നുള്ളൂ.
ഇനി നമുക്ക് ആദ്യം തന്നെ ഇപ്പം ഞാൻ മീഡിയത്തിലാണ് ഓൺ ചെയ്തിരിക്കുന്നത്. മീഡിയം ആയതിനു ശേഷം ടെമ്പറേച്ചർ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. അതിനുശേഷം വേണം നമുക്ക് ജിലേബി റെഡിയാക്കി എടുക്കാൻ. അപ്പം ജിലേബി ഷേപ്പ് ആക്കിയതിനു ശേഷം വീണ്ടും ടെമ്പറേച്ചർ മീഡിയത്തിലോട്ട് മാറ്റാം കേട്ടോ. അപ്പം നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പില്ലേ, ഇതിന്റെ ഈ ഭാഗം കട്ട് ചെയ്യണം. വളരെ നൈസാക്കി കട്ട് ചെയ്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ നമ്മുടെ ജിലേബി വളരെ തിന്നായിട്ട് മാറും. അതേസമയം ഒരുപാട് വലുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വലുതാവും. അപ്പോൾ മീഡിയം രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് കട്ട് കൊടുക്കാം. എന്നിട്ട് ഒരെണ്ണം ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇനിയും വലുതാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലുതാക്കി കട്ട് ചെയ്യാം കേട്ടോ. ആദ്യമേ തന്നെ വലുതാക്കി കട്ട് ചെയ്യാൻ പാടില്ല, അത് ശ്രദ്ധിക്കാം. മാത്രമല്ല ഇപ്പം നമ്മൾ തുണിയിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് അതിന് വേണ്ടിയിട്ടുള്ള തുണിയാണ്, നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ഇതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ വെച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് മീഡിയത്തിൽ നിന്ന് ഞാൻ ടെമ്പറേച്ചർ കുറച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഒന്ന് എന്താ പറയുക, ഒരു പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എണ്ണയിലോട്ട് ഇട്ടാൽ മതി. ഒരുപാട് ചൂടായി കഴിഞ്ഞ സംഭവം നമ്മൾ ഇടുമ്പോഴേക്കിനും മേലേക്ക് പൊങ്ങി വരും, അപ്പോൾ ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എണ്ണ ഒരുപാട് വേണ്ട, ഇത്ര മാത്രം എണ്ണ മതി. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ സിറപ്പില്ലേ, അത് അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ആ ഷുഗർ സിറപ്പിന് ചൂടുണ്ടായിരിക്കണം, ചെറിയ ചൂടുണ്ടായിരിക്കണം എപ്പോഴും നമ്മളത് ഇടുന്ന സമയത്ത് കേട്ടോ. അതുകൊണ്ട് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഷുഗർ സിറപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അറ്റ് എ ടൈം ഞാൻ 1 2 ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കയ്യിൽ വളയോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഊരി വെച്ചോളൂ. കാരണം എനിക്ക് എൻ്റെ കൈ പെട്ടെന്ന് അങ്ങ് പൊള്ളിപ്പോവും അതിൻ്റെ ചൂട് തട്ടുമ്പോൾ. അതുകൊണ്ട് 2-3 പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയിട്ടുള്ള കാരണം ഞാനതെല്ലാം ഊരി വെച്ചിട്ടുണ്ട്. ഷേപ്പ് ഒന്ന് നോക്കണം, എനിക്ക് അത്ര വലിയ നന്നായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അറിയുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കുക, അത്ര തന്നെ. അപ്പോൾ ഇതുപോലെ ഡബിൾ ലെയർ വേണമെന്നൊന്നുമില്ല കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ഇതിൻ്റെ നമുക്ക് ചൂട് കൂട്ടി വെക്കുക. മീഡിയം ഫ്ലെയിമിലോട്ട് ചൂട് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് ചൂടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്നായതിനു ശേഷം മാത്രം തിരിച്ചിട്ടാൽ മതി. ഇനി നമുക്ക് ഒന്ന് തിരിച്ചിടാം. ക്രിസ്പി ആയതിനു ശേഷം മാത്രമേ ചൂടുള്ള ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഷുഗർ സിറപ്പിൽ ഇട്ടതിന് ശേഷം 1 2 മിനിറ്റ് അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്ര വലിയ എക്സ്പെർട്ട് ഒന്നുമല്ല. ഉണ്ടാക്കി നമുക്ക് കുറച്ച് 2-3 ഉണ്ടാക്കിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് പ്രാക്ടീസ് വരും. അപ്പോൾ ഷേപ്പിലൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല, ടേസ്റ്റിലേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. മാത്രമല്ല പിന്നെന്താ ഞാൻ പറയാൻ വന്നത്, ഇത് ഇരിക്കുന്ന ഓരോആണ് ടേസ്റ്റ് കൂടുക. ഇന്നത്തേക്കാളും ടേസ്റ്റ് നാളേക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീയിട്ടിരിക്കുന്നത്. നമുക്കിതിൽ നിന്ന് കോരി ഇതിൻ്റെ എണ്ണ കളഞ്ഞതിന് ശേഷം ചൂടുള്ള ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറിയ ചൂടുണ്ട് കേട്ടോ. ആ ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നത് എന്താണെന്നറിയാമോ, നമ്മുടെ ഏലക്കായുടെ കുരുവാണ്, വേറെ ഒന്നുമല്ല. അതെടുത്ത് കളയാം. നമുക്ക് പ്രസ് ചെയ്ത് 1 2 മിനിറ്റ് വെച്ചതിന് ശേഷം കോരി മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരുപാട് നേരം ഇടണ്ട. അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഷുഗർ സിറപ്പ് എല്ലാ ജിലേബിയുടെ മേലെ കൂടെ നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. കോരി മാറ്റാം. എന്നിട്ടൊരു പ്ലേറ്റിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ആ ഷുഗർ സിറപ്പ് ചെറിയ ചൂടിൽ അവിടെ ഇരുന്നോട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങാം. വീണ്ടും ഉണ്ടാക്കുന്നതിനേക്കാൾ മുൻപായിട്ട് മീഡിയം ടെമ്പറേച്ചറിൽ നിന്നുള്ള ഓയിലിൻ്റെ ടെമ്പറേച്ചർ ചെറുതിലോട്ട് മാറ്റാം. അതിനുശേഷം വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് മുകളിലേക്ക് എണ്ണ കോരി ഒഴിക്കുക. ഞാൻ വലിയ എക്സ്പെർട്ടൊന്നും അല്ല കേട്ടോ അതിൻ്റെ ഷേപ്പിൽ, ഒന്ന് ശ്രമിക്കുക. പക്ഷെ ഒരു 5-6 ഉണ്ടാക്കി വരുമ്പോഴേക്കിനൊക്കെ കറക്റ്റ് ആവുന്നുണ്ട്. അതിന് ശേഷം മാത്രം തിരിച്ചിടാൻ പാടുള്ളൂ, പെട്ടെന്ന് തന്നെ തിരിച്ചിടാൻ പാടില്ല, ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് തിരിച്ചിടാം. സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇതെടുത്ത് നമ്മുടെ ചൂടുള്ള ഷുഗർ സിറപ്പിലോട്ട് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടി കുഴിയുള്ള പാത്രത്തിൽ വെക്കണമെങ്കിൽ ഷുഗർ സിറപ്പ് ഇടുകയാണെങ്കിൽ ഇത് മുങ്ങി കിടന്നോളും. അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഇതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് വെയിറ്റ് കൂടും. ഇതിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് എടുക്കുന്ന സമയത്ത് വെയിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിലേക്ക് ഷുഗർ സിറപ്പ് നന്നായി പോയിട്ടുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് സംഭവത്തിന്. ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ.
ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. സിമ്പിളാണ്. ഞാൻ പറയുന്ന ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. പിന്നെ തിരിച്ചും മറിച്ചിടുമ്പോൾ കയ്യിൽ എണ്ണ പറ്റാതെ ഇരിക്കുക. എൻ്റെ ഇന്നലെയൊക്കെ കുറേ പൊള്ളിയിട്ടുണ്ട് കൈയൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ചോളൂ. ഹർവറിയിൽ ചെയ്യേണ്ട. കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ ചെയ്താൽ മതി. അല്ലെങ്കിൽ അവരിങ്ങനെ ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ പോവും. അത് ശ്രദ്ധിക്കുക. മൊത്തത്തിൽ ഞാൻ ഉണ്ടാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ജിലേബി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര ജിലേബി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ജിലേബി ചിലത് വലുത്, ചിലത് ചെറുത്, ചിലത് മീഡിയം ഒക്കെയാണ്. അപ്പോൾ എത്ര എന്നുള്ളത് എനിക്ക് എണ്ണം കറക്റ്റ് പറയാൻ പറ്റില്ല. വേറെ അവസാനം ഉണ്ടായത് ചുമ്മാ ഇങ്ങനെ ഇട്ടതാ. അപ്പോൾ എല്ലാം നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇപ്പം നിങ്ങൾക്ക് ഇതൊന്നും പോലെ നോക്കിയിട്ട് ഇത് തണുത്തതിന് ശേഷം കുറച്ച് കട്ടിയായിട്ട് മാറും. എന്നിട്ടും ഇതിൽ ഷുഗർ സിറപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പിൻ്റെ ബാക്കിയില്ലേ അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ ഇപ്പം നോക്കിക്കേ ഇതിലൊക്കെ നന്നായിട്ട് ഷുഗർ സിറപ്പ് സോക്കായിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. എനിക്ക് ഇച്ചിരി മധുരം കൂടുതലാണ് സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ എനിക്ക് മാത്രമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ 1.25 കപ്പ് പഞ്ചസാര ഇടാനാണ് താല്പര്യപ്പെടുന്നത്. പക്ഷേ മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് 1.5 കപ്പ് പഞ്ചസാരക്കെങ്കിലും മിനിമം വേണം. എനിക്ക് മാത്രമേ ഒരു ജിലേബി എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. ഞാൻ പിക്ചറൊക്കെ എടുത്തതിന് ശേഷം ഒരു വായ കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്വന്തം നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ജാംഗരി അഥവാ കേരള ജിലേബി എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതിന് മുമ്പ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ പുളിയുള്ള നോർമലായിട്ടുള്ള മഞ്ഞ ജിലേബിയും തയ്യാറാക്കി നോക്കണം. ദീപാവലി ആകുമ്പോഴേക്കും എല്ലാ സ്വീറ്റ്സും തയ്യാറാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു വായ കഴിച്ചു നോക്കട്ടെ. ഇത് കറക്റ്റ് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇച്ചിരി മധുരം എനിക്ക് കൂടുതലാണ്. പക്ഷെ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പം അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്